ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് ഇതാ ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് കൈകൊണ്ട് നല്ലോണം ഒടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലൊന്നും ഇടണ്ട, നല്ലോണം വെള്ളമൊന്നുമില്ലാതെ കൈകൊണ്ട് ഒടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു നേന്ത്രപ്പഴം എടുത്തത്. ഇത് ഞാൻ അങ്ങനെ 3 കട്ട് ചെയ്ത കേട്ടോ. അധികം പഴുപ്പൊന്നുമില്ല, ഇനി പഴുത്തതായാലും കുഴപ്പമില്ല, പച്ചാവരുത്, ഒരു മീഡിയം പഴുപ്പാണ് ഇതുള്ളത് കേട്ടോ. ആ പഴം നമ്മൾ അതിലേക്കിട്ട് നല്ലോണം ഉടച്ചെടുക്കുക, നല്ലോണം കൈകൊണ്ട് ഉടച്ചെടുക്കുക. അപ്പോൾ നല്ലോണം കൈകൊണ്ട് ഉടച്ചിട്ട് അപ്പോൾ പഴം ബ്രെഡും കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതാ 3 ടേബിൾ സ്പൂൺ പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി അതിലേക്ക്, വറുത്ത അരിപ്പൊടിയാണ്, അത് അതിലേക്കിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി പഞ്ചസാര, ഈ ഒരു കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയാണ് കേട്ടോ, അതും ഈ കപ്പിന് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ടെടുത്തു. ഇനി ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ് കേട്ടോ. മധുരം ബാലൻസിന് വേണ്ടിയിട്ടൊന്നുള്ളൂ ഉപ്പ് ഇട്ടെടുത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്തതാ, നല്ലോണം മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് 1/4 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇങ്ങനെ സ്നാക്സ് പെട്ടെന്ന് ഈവനിങ്ങിന് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് ഇനി ഒരു 1/4 മണിക്കൂർ നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 1/4 മണിക്കൂർ, അരമണിക്കൂറോളമായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പണിക്ക് പോയി. അപ്പോൾ ഇതാ അരമണിക്കൂറോളമായി. അപ്പോൾ ഇത് ഷേപ്പ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഷേപ്പിലാക്കാം. ഞാൻ അപ്പോൾ ഇങ്ങനെ ഇതാ കൈ നല്ലോണം കഴുകിയിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഷേപ്പ് എങ്ങനെയാക്കട്ടെ, നിങ്ങൾക്ക് പരത്തിയിട്ടും ആക്കാം, ഉരുട്ടിയിട്ടും ആക്കാം, എങ്ങനെയാക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പഴം ബ്രെഡും വീട്ടിലുണ്ടെങ്കിൽ അരിപ്പൊടി പിന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഫുള്ള് മാവ് ഇങ്ങനെ ഉരുട്ടിയെടുത്തു. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത്. ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ചട്ടി നിങ്ങൾക്ക് ഏത് നോൺ സ്റ്റിക്കിൻ്റെ ഏതും എടുക്കുക. ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ആണ് എടുത്തത്. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് അത് നല്ല ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കുന്ന പണിയേ ഉള്ളൂ കേട്ടോ, എത്ര പണിയേ ഉള്ളൂ. അപ്പോൾ ഒരു സിമ്പിൾ സ്നാക്സും ആയിട്ടായിട്ട് വന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മളെ വീട്ടിൽ ഉള്ള സാധനം കൊണ്ട് തന്നെ ബ്രെഡും അരിപ്പൊടിയും പഴമൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ അടുത്തായാലും ഞാൻ എന്താ മറിച്ച് തിരിച്ചിട്ട് ഫസ്റ്റത്തെ ട്രിപ്പ് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലായിട്ട് നമുക്ക് വേണ്ടത്, ഈ രീതിയിൽ ഇതാ കോരി എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഞാൻ കോരിയെടുത്തു. ഈ ബാക്കി കൂടി നമുക്ക് കോരി ഇങ്ങനെ പ്ലേറ്റിലേക്ക് ആക്കി മാറ്റാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ള് കോരി എടുത്തിട്ട് നെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 3 ട്രിപ്പാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫുള്ള് കോരിയെടുത്തു. ഇതാ സെക്കൻഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇതേമാതിരി നമുക്ക് ബാക്കിയെല്ലാം പൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഞാൻ ഒരു 6 ഇട്ടെടുത്തു. ആദ്യത്തെ ഒരു 6 ഇട്ടെടുത്തു. ഇപ്പോൾ രണ്ടാമത്തേലും അങ്ങനെ ഇട്ടെടുത്തു. അങ്ങനെ 3 ട്രിപ്പായിട്ട് ഞാൻ പൊരിച്ചെടുത്തു. ഇപ്പോൾ ഇതാ ഫുള്ള് പൊരിച്ചെടുത്തിട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു സ്നാക്സാണ്. അപ്പോൾ പെട്ടെന്ന് ഈവനിങ്ങിന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബായ്.